ശക്തന്റെ തട്ടകം പൂര ലഹരിയിലാണ്. പഞ്ചവാദ്യം കൊട്ടിക്കയറിയത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാടിനും ജനസാഗരങ്ങൾ സാക്ഷിയാകുന്ന കാഴ്ച കാണുകയാണ്. ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ഇപ്പോൾ നടക്കുകയാണ്. തത്സമയ വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ അയ്യപ്പനിലേക്ക് എത്താം. എന്തായാലും പൂരത്തിന്റെ വർണ്ണവിസ്മയങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കുന്നതോടുകൂടിയാണ് തുടർന്നുള്ള തെക്കോട്ടിറക്കം നടക്കുന്നത്. തുടർന്നായിരിക്കും കുടമാറ്റം. അതിൻ്റെ ഒരു ആവേശ ലഹരി ഉൾക്കൊള്ളാനായി വലിയ രീതിയിലുള്ള ജനസാഗരം തന്നെയാണ് എങ്ങും തമ്പടിച്ചിരിക്കുന്നത്. പൂരാവേശത്തിന് ഇന്ന് അതിരാവിലെ തുടക്കമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ചരിത്രപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറ്റം ആരംഭിച്ചതു മുതലുള്ള ഓരോ നിമിഷവും തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശകരമായ ദിനങ്ങൾ തന്നെയായിരുന്നു. എന്തായാലും പുരാവേശം ഇങ്ങനെ തൃശ്ശൂരിൽ കൊട്ടിക്കയറുമ്പോൾ തേക്കിൻകാട് മൈതാനവും തൃശ്ശൂർ സ്വരാജ് റൗണ്ടും വടക്കുംനാഥ സന്നിധിയിലുമെല്ലാം ജനസാഗരം തന്നെയാണ് ഉള്ളത്. കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിയതോടെയാണ് പൂരദിവസത്തെ ചടങ്ങുകൾക്ക് രാവിലെ തുടക്കമായത്. 7:30 തിരുവമ്പാടിയുടെ എഴുന്നള്ളത്തും ആരംഭിച്ചു. പിന്നാലെ വിവിധ ഘടകപൂരങ്ങൾ എഴുന്നള്ളി തുടങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇതോടെ ഉത്സവങ്ങളിലെ ആനപ്രേമികളുടെ ഹീറോ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ വരവിനായി ഏറെ പേർ കാത്തിരുന്നു. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ വരവിൽ ആദ്യം ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പൂരപ്രേമികൾ ആവേശത്തിനെ ഇളക്കിക്കൊണ്ട് തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയത്. നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകുന്നതിനായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, പറയൂ. രോഹിണി, ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിലേക്ക് പൂരം കടക്കുകയാണ്. ഇനി ഇലഞ്ഞിത്തറ മേളം എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, ദൃശ്യശ്രാവ്യ വിസ്മയം തന്നെയാണ് ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്ന. ഇലഞ്ഞിത്തറ മേളത്തിലേക്ക് ഭക്തജനങ്ങൾ, ഈ വിശ്വാസികൾ, പൂരപ്രേമികളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ ഐതിഹ്യ പ്രാധാന്യമുള്ള ഒന്നാണ് ഇലഞ്ഞിത്തറ മേളം. ഇപ്പോൾ വിശദമായിട്ടുള്ള പാറമേക്കാവ് ഭഗവതിയുടെ പൂരപ്പുറപ്പാട്, അതിപ്രൗഢഗംഭീരമായിട്ടുള്ള പൂരപ്പുറപ്പാട് ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞിപ്പോൾ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി പൂരപ്പുറപ്പാട് ഇനി ഇലഞ്ഞിത്തറ മേളമായി മാറുക എന്ന അതിമാസ്മരികമായിട്ടുള്ളൊരു സംഭവത്തിനാണ് പൂരപ്രേമികളെല്ലാം തന്നെ സാക്ഷിയാകാൻ പോകുന്നത്. നമുക്കറിയാം, ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസിദ്ധവും അതുപോലെ തന്നെ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് താളമേളങ്ങളുടെ ഒരു ലഹരി പകരുന്ന ഒന്നാണ് ഈ ഇലഞ്ഞിത്തറ മേളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലഞ്ഞിത്തറ മേളത്തിന് സാക്ഷിയാകാൻ വേണ്ടി നിരവധി ആളുകളാണ് ഈ പൂരത്തിന് എത്താറ്. പക്ഷേ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ആ മതിൽക്കെട്ടിനകത്ത് ആ ചുരുങ്ങിയ ഇടത്ത് മാത്രം ആളുകളെ നിർത്തിക്കൊണ്ട് അവിടെ ഇടം പിടിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആളുകൾ ഈ വടക്കുംനാഥ ക്ഷേത്രത്തിനകത്തെ ഇലഞ്ഞിത്തറയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകാതെ തന്നെ ഇലഞ്ഞിത്തറ മേളം ആരംഭിക്കും. അത് അതിമനോഹരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച്. ഈ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ, മേളപ്രേമികൾ എല്ലാം തന്നെ എത്ര തവണ ഒരു വട്ടമെങ്കിലും അത് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇലഞ്ഞിത്തറ മേളം എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് പെരുവനം പൂരത്തിനുള്ള പെരുവനത്തിൻ്റെ മേളത്തിനെ കുറിച്ച് അറിയാം. ആ പെരുവനത്തിൻ്റെ നടവഴിയിൽ മേളം അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയും പ്രത്യേക ആസ്വാദനവും പ്രത്യേകമായിട്ടുള്ള ഒരു ഗരിമയുമെല്ലാം ഉണ്ട് എന്നുള്ളത് മേളപ്രമാണികളുടെ മാത്രമല്ല മേളാസ്വാദകരുടെ ഒരു സാക്ഷ്യമാണ്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരത്തിനുള്ള ഇലഞ്ഞിച്ചുവട്ടിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഈ മേളത്തെക്കുറിച്ച് പറയാനുള്ളത്. അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഇലഞ്ഞിത്തറ മേളം അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ, പൂരപ്രേമികൾ. അതോടൊപ്പം തന്നെ എനിക്ക് പുറകിൽ കാണുന്നത് തെക്കേ ഗോപുരനടയുടെ ഭാഗമാണ്. തെക്കേ ഗോപുരനടയിൽ കുടമാറ്റത്തിനായിട്ടുള്ള തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനുമായിട്ടുള്ള ഒരുക്കങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം അവിടെ ഈ ഇലഞ്ഞിത്തറ മേളം പൂർത്തിയായി കഴിഞ്ഞാൽ ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് 4:30 ഇലഞ്ഞിത്തറ മേളം പൂർത്തിയാവുക.
5:30 തെക്കോട്ടിറക്കം പൂർത്തിയാക്കി കുടമാറ്റം ആരംഭിക്കേണ്ടിയിരിക്കുന്നു. 7 മണിക്ക് 7-നും 7:30-ക്കും ഇടയ്ക്ക് കുടമാറ്റം സമാപിക്കേണ്ടിയും ഇരിക്കുന്നു. അങ്ങനെയാണ് സമയക്രമമുള്ളത്. ഇപ്പോൾ പാറമേക്കാവ് ഭഗവതിയുടെ ആ സർവാഭരണ വിഭൂഷിതയായിട്ടുള്ള ഒരു രാജ്ഞിയുടേതായിട്ടുള്ള ഒരു സ്വരൂപം പൂണ്ട് അത്രയും പ്രൗഢിയോടുകൂടിയുള്ള പൂരപ്പുറപ്പാട് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും ഒരു അനുഭവം തന്നെയായിരുന്നു അത്. 15 ആനപ്പുറത്ത് ആ പാറമേക്കാവിൻ്റെ ഗോപുരത്തിന് മുന്നിൽ ആനകൾ ഇങ്ങനെ നിരക്കുകയും അതിന് നടുവിലേക്ക് ഒടുവിൽ പാറമേക്കാവ് ഭഗവതിയുടെ കോലം വഹിച്ചുകൊണ്ടുള്ള ഗുരുവായൂർ നന്ദൻ അവിടേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയും ശരി, മിഥുനിലേക്ക് എത്താം. ഇപ്പോൾ ഇലഞ്ഞിത്തറ മേളം ആരംഭിച്ചിരിക്കുകയാണ്.